ഈ ഡെർമറ്റോളജി, കോസ്മെറ്റോളജി ഇതൊക്കെ നമ്മൾ ആദ്യം വിചാരിക്കുക ഇതൊക്കെ ഭയങ്കര എലീറ്റ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം ഉള്ളതാണ്, വളരെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ചേച്ചിയുടെ ഒരു കാലത്തോട് വന്നതോടുകൂടി അത് വളരെ ജനറലൈസ് ചെയ്തു, അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തു. സാധാരണക്കാർക്കും ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും, ഇതൊന്നും ഇത്ര വലിയ സംഭവമൊന്നും അല്ല എന്നുള്ള ആ ഒരു സാധനം ഈ സാധാരണക്കാരെ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തത്? മാർക്കറ്റിൽ ഒരു അവയർനെസ് വന്നു തുടങ്ങി. അതിന് സോഷ്യൽ മീഡിയയും അതിൽ കൂടെ വന്നിരിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങളിൽ PRP അല്ലെങ്കിൽ ഫേസിൽ നമ്മളിങ്ങനെ ഇത്രയും കാര്യം ഇൻജെക്റ്റബിൾസ് എല്ലാം കൂടുതൽ എനിക്കൊന്ന് സോഷ്യലി അവയർനെസ് കൊടുത്തിരിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സും ഈ മീഡിയകളൊക്കെ തന്നെ. ഞാൻ എന്നെക്കാട്ടും കൂടുതൽ ഞങ്ങൾക്ക് എത്ര പരസ്യം ചെയ്താലും ആൾക്കാർക്ക് ഇതിന് അഗെയിൻസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇപ്പോൾ അപ്പോഴും പാർലറിൽ പോകുന്ന ഒരു ജനതയായിരുന്നു, അല്ലാതെ എൻ്റെ അടുത്തേക്ക് വരുന്നൊരു ഗ്രൂപ്പ് ആയിരുന്നില്ല. പക്ഷേ കാലം മാറി ഒരു 15 കൊല്ലം ഇപ്പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും, അല്ല ഒരാളെ അടിമുടി മാറ്റണം, അല്ലാതെ മൂക്കും ഞാൻ ലിപ്സും എല്ലാം കോണ്ടോർ ചെയ്തെടുക്കാന്നൊക്കെ പറയുമ്പോൾ then it is definitely അപ്പം നിങ്ങളുടെ ഒരു എസ്തെറ്റിക് ഗോളും ഹയറാ. അപ്പോൾ അത് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ ലൈക്ക് നിങ്ങളെ പോലത്തെ അല്ല, ഇപ്പോൾ മീഡിയ ബിസിനസ്സിലുള്ള ആൾക്കാരല്ല, പക്ഷെ സാധാരണക്കാർക്ക് അങ്ങനത്തെ ഒരു ഗോൾസ് അധികം ഉണ്ടാവാറില്ല. പാർലറുകളേക്കാൾ കൂടുതൽ കോസ്മെറ്റോളജി ക്ലിനിക്കുകളാണ്. ഇപ്പൊ എറണാകുളത്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര എണ്ണം ഉണ്ടാവും? പേരെടുത്ത് പറയാൻ തുടങ്ങിയാൽ പോലും എത്ര എണ്ണം ഉണ്ടാവും? ഇതൊരു ഭയങ്കര ഗ്രോയിങ് ബിസിനസ് ആണോ? അപ്പോൾ സൗന്ദര്യം എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമായി മാറുകയാണ്. എല്ലാവർക്കും മുടി വേണം, എല്ലാവർക്കും നല്ല സ്കിന്ന് വേണം, എല്ലാവരും ഭംഗിയിലിരിക്കണം.